ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ലുലു മാളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിൽ നിങ്ങളുമായി പങ്കെടുത്തിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. നമ്മൾ ലുലു മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നേരെ നമ്മൾ മാളിനകത്തേക്ക് കയറുവാണ്. അവിടെ നിന്ന് ഒരു എലവേറ്റർ ഉണ്ട്. ആ എലവേറ്റർ കൂടാണ് നമ്മളിപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഒഫീഷ്യലി ലുലു മാളിൻ്റെ അകത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ഹോപ്പ് യു ആർ എൻജോയിങ് അവർ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തൊക്കെ മറക്കല്ലേ. ഓക്കെ, സ്പൈഡിൽ നമ്മൾ മോളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കടകൾ മാത്രമാണുള്ളത്. ഏറ്റവും മേളിലായിട്ട് ഫണ്ടൂറ എന്ന് പറയുന്നൊരു പാർക്കുമാണ്. യൂഷ്വലി ഈ ലുലുമാൾ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലുലുമാൾ ഫാഷൻ സ്റ്റോറിൻ്റെ അടുത്തുകൂടെയാണ് ഇപ്പോൾ നടന്നു പോയത്. നമ്മൾ ഇവിടെ ഓണം പ്രമാണിച്ച് ഇവിടെ ഈ ഇടയ്ക്ക് ഈ ഓണത്തിൻ്റെ ഡെക്കറേഷനായിട്ടൊക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ ആയിട്ടുള്ള ഡ്രസ്സുകൾ, ബാക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഈ വഴി നേരെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഈ സൈഡിലുണ്ടൊരു മരത്തിലാണെങ്കിൽ ചുവപ്പ് മരം, അതിൽ ലൈറ്റെല്ലാം ഇട്ടൊരു സെറ്റ് ചെയ്തേക്കാണ്. ആസ് എൻ്റെ വോയിസ് ചെറിയ നിങ്ങൾക്ക് വ്യത്യാസം കാണും, കാരണം എനിക്ക് ചുമയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ലുലു ഫെസ്റ്റിവലിന് മുമ്പിൽ കൂടെയാണ് വേണ്ടത്. അത് ഓരോ സ്റ്റോറാണ്. ഇതാണ് സ്റ്റാർബക്സിൻ്റെ അടുത്തൂടെ നമ്മൾ പോയി. നമ്മൾ ഇവിടെ വന്നത് സ്റ്റുഡിയോയിൽ കയറാനാണ് കേട്ടോ. കണ്ടു ഗൈസ്, ഒരു തുമ്പിയാണെങ്കിൽ പൂവെല്ലാം ബക്കറ്റ് പിടിച്ചോണ്ട് അത് കഴിഞ്ഞപ്പോൾ മാവേലി എപ്പോൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഒരു കട കാണിച്ചു തരാം. കുറച്ച് ബ്രാൻഡഡ് കടയാണ്, നിങ്ങൾക്കത് കാണിക്കാൻ പോകുന്നു. ഇതാ കണ്ടോ, US പോളോ അസിൻ. ഓക്കെ ഗൈസ്, പിന്നെ ഇവിടെ കുറേ ലഗേജ് കടകളും. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. ദൂരെ നിങ്ങൾ കണ്ടോ സ്റ്റുഡിയോ, അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഗൈസ് പോകുന്ന വഴി നമ്മൾ കുറച്ച് മിനി കാർ ഷോപ്പൊക്കെ കണ്ടായിരുന്നു. എല്ലാ കിടിലും വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് നടന്നു പോവുകയാണ്. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അതായത് താഴത്തെ കടകളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തൊക്കെ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിലെത്തി. നമ്മൾ സ്റ്റുഡിയോയിലകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൂടെ എനിക്ക് വേണ്ടിയുള്ള ബാഗി പാൻസ് തപ്പി നടക്കുവാണ്. സോറി ഗൈസ്, ഈ വീഡിയോ നേരത്തെ വരേണ്ടായിരുന്നു, പക്ഷേ ഒരു പ്രോബ്ലം കാരണം ഡിലേ ആയി. ഇത് കണ്ടോ ഗൈസ്, ഇത് അവിടുത്തെ ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ആയ ഒരു ഡാൻസ് കളിച്ചതാണ്. അത് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഗൈസ് ഇവിടെ വെറൈറ്റി ടൈപ്സ് ഓഫ് സ്പ്രേകൾ, സോക്സ്, അങ്ങനെ ഡ്രസ്സ് ഐറ്റംസ്, സ്പ്രേ, ആക്സസറീസ്, അങ്ങനത്തെ സാധനങ്ങളാണ് ഈ സ്റ്റുഡിയോയിൽ ഉള്ളത്. അപ്പോൾ സ്റ്റുഡിയോ വന്ന് നമുക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ അനിയത്തി കാര്യങ്ങളുണ്ട്. നേരെ ഫണ്ടൂറിലോട്ട് പോയി. അത്രയേ ഉള്ളൂ. ഫണ്ടൂറിൽ നമ്മൾ ബൈക്ക് റൈഡ് ഗെയിം കളിക്കുകയാണ്. ഞാനാണ് ഓടിക്കുന്നത്, അനിയത്തി ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബൈക്കൊക്കെ സെലക്ട് ചെയ്തു. സ്റ്റാൻഡേർഡ് ബൈക്കാണ് ഞാൻ കൊടുത്തത് കേട്ടോ. അൾട്രാ ഇൻഫിനിറ്റി നൈട്രോ ബൈക്ക് അധികം കൊടുത്തില്ല. ഞാൻ കൊടുത്തത് സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ നോക്കിക്കോ, ഞാൻ ജയിക്കും. ഓക്കെ, ഞാൻ ജയിക്കും എന്നുള്ളവർ കമൻറ്റ് ബോക്സിൽ ഞാൻ ജയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡ് ഹാർട്ട് ഇമോജി അയച്ചേക്കാം. ഞാൻ ഇന്ന് തോക്കുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്കാം. അപ്പോൾ ഫോട്ടോ എല്ലാം എടുത്തിട്ട് സാധനം തുടങ്ങി. ഓക്കെ, സൂപ്പർ റേസ് 2. ഓക്കെ, നമ്മൾ ലൊക്കേഷൻ താൻസാനിയ, അങ്ങനെ തുടങ്ങി. സെറ്റ് ഗോ. ഓയ് ഗൈസ്, ഞാൻ പറത്തിവിടാണ് ഗൈസ്. ഞാനിപ്പോൾ പോണത് 180 km/h സ്പീഡാണ് സൈഡിൽ കാണിക്കുന്നത്. ഇടയ്ക്ക് നൈട്രോ ഒക്കെ ഇടുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ്? എവിടെ കൊണ്ട് ഇടിക്കുന്നില്ല കണ്ടോ. ഇടയ്ക്ക് ഞാൻ വീലൊക്കെ ചെയ്താണ് പോയേക്കുന്നത്. ചിലയിടത്തൊക്കെ ഇടിച്ച് ചിലയിടത്ത് ഇടിച്ച്. എന്നാലും എങ്ങനെയുണ്ട് എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നമ്മൾ ഏകദേശം എൻ്റെ എത്താറായി. ഒരു ലാപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലാപ്പ് കഴിയും. ഇനി അടുത്ത വീണ്ടും ഒരു ലാപ്പും കൂടെയുണ്ട്. ആ ലാപ്പ് കഴിയുമ്പോൾ ഫിനിഷ് ആകും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൽ 78% കൂടുതൽ ആൾക്കാർ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതാണ് ഗൈസ് കാണുന്നത്. അപ്പോൾ
എല്ലാവരും പ്ലീസ് ഗൈസ് എൻ്റെ എഫോർട്ട് എടുത്ത് ഞാനാണെങ്കിൽ ചെയ്യണം. അപ്പോൾ വീഡിയോ കാണുന്നവർ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. കാരണം എൻ്റെ അത്ര എഫോർട്ട് എടുത്താണ് ഞാനിതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് പ്ലീസ് സപ്പോർട്ട് മീ. ഓക്കെ ഗൈസ്, ഗൈസ് ബാക്ക് ടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ റേസിങ്ങിൽ ഇപ്പോഴും ഒരു ജൊറാസിക് ഏരിയ പോലത്തെ ഒരു ഏരിയ പോകണം കേട്ടോ. എൻ്റെ ടോട്ടൽ എയർ ടൈം വന്നത് 10 സെക്കൻഡ്സ് ഞാൻ എയറിലാണ് ഇങ്ങനെ ചാടി നിന്നായിരുന്നത്. അത് നിങ്ങൾ കണ്ടോ അറിയത്തില്ല. കണ്ടില്ലെങ്കിൽ റിവേഴ്സ് 0.45 നിങ്ങൾ അടിച്ചു നോക്ക്. വാസ് ഫസ്റ്റ്. ഓ മൈ ഗോഡ്, യോഗം ഫസ്റ്റ് കണക്ക് ഗൈസ് ഫസ്റ്റ് അടിച്ച് എൻ്റെ റേസ് 1 ഓ മൈ ഗോഡ്. അടുത്ത അനിയത്തിയാണെങ്കിൽ ഒരു കാർട്ട് വലുത് വണ്ടി കയറിയിട്ടുണ്ട്. അവരുടെ ഫേവറേറ്റ് കളറായിട്ടുള്ള പിങ്കിലാണ് അവൾ കയറിയിരിക്കുന്നത്. അവൾ സ്റ്റിയറിംഗ് എല്ലാം പിടിച്ച് കളയ്ക്കുന്നുണ്ട്. അവൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളാണ് ഇത് ഓടിക്കുന്നതെന്നാണ്. ബട്ട് ശരിക്കും അത് ഓട്ടോമാറ്റിക് മോട്ടർ വെച്ച് ഓടുന്നതാണ്. പക്ഷേ അവർ വിചാരിക്കുന്നത് എന്താണ്, ഇവിടെ നിന്നല്ല ഏത് കൊച്ചുകളേലും ആദ്യമായിട്ട് കയറുമ്പോൾ അവർ അങ്ങനെ തന്നെയല്ലേ, അതേത്തല്ല ഇതിന് മുമ്പ് അവർ കയറിയിട്ടുണ്ട്. അവൾ വിചാരിച്ചേക്കുന്നത് എന്തോ ഇതന്നെ ഞാൻ വളച്ചു കൊടുക്കണം. വളവ് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, അവൾ വളയ്ക്കുന്നത് കാണാം. ഇതാ കണ്ടോ വളയ്ക്കുന്നത്. അവൾ ഓടിക്കുന്ന പോലെയാണ് അവൾ വളച്ച് ഇടയ്ക്ക് അവളുള്ള സ്വിച്ചെല്ലാം പിടിച്ച് പൊക്കിയും താത്തിയൊക്കെയാണ് അവൾ ഓടിക്കുന്നത്. ഗൈസ് ഈ റൈഡിലാണെങ്കിൽ 10 റൗണ്ടാണ് ഒറ്റ തവണ വാച്ച് ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റുന്നത്. ഗൈസ് പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും വരുന്നില്ലായിരുന്നു. ഈ ഇടയ്ക്കായിട്ട് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര എനിക്ക് വയ്യാതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ അധികം ഇടായിരുന്നിരുന്നത്. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ ബുർജ് ഖലീഫ വിശദീകരണം. അപ്പോൾ എൻ്റെ പാർട്ട് 2 ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടണും അടിച്ചങ്ങ് നേരെ പവറായിരിക്കും. ഞാൻ ഉടനെ അത് ഇടുന്നതായിരിക്കും. ഗൈസ് നമ്മൾ ഉടനെ തന്നെ ഗെയിമിംഗ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് എല്ലാം ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഗെയിമിംഗ് വീഡിയോസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗെയിമിംഗ് വീഡിയോയിൽ കളിക്കാൻ പോകുന്നത് ലൈക്ക് അങ്ങനൊന്നുമല്ല. ഫസ്റ്റ് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്തത് ഫസ്റ്റ് നമുക്ക് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിമൊന്നും കളിക്കണ്ട. പക്ഷെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ വേണ്ട. നമുക്ക് ലൈക്ക് എൻ്റെ ഒരു ഐഡിയയിൽ നമുക്ക് ഐസ്ക്രീം ചാപ്റ്റർ 4 കളിക്കാം. 1ഉം 2ഉം 3ഉം കളിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു 4ൽ തുടങ്ങുന്നതാണ് നല്ലത്. പിന്നെ 4 കളിച്ച് കഴിഞ്ഞിട്ട് 5, പിന്നെ 6, 7, 8. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ട്യൂട്ടോറിയൽ ആണെങ്കിൽ W എന്ന് കൊടുക്കുക. അല്ല ട്യൂട്ടോറിയൽ അല്ലാതെ ഞാനാണെങ്കിൽ ഫുൾ കളിച്ച് ഒറ്റ ഇരിപ്പിലങ്ങൾ കളിച്ച് തീർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എല്ലാം ചെയ്ത് നിങ്ങളോട് സംസാരിച്ച് എല്ലാം കളിക്കുവാണെങ്കിൽ നിങ്ങൾ എല്ലില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ എല്ലാം പറഞ്ഞ് തന്ന് വോയിസ് ഓവറൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ W അയക്കണം, കമൻറ്റ് ബോക്സ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത റൈഡിലോട്ട് പോകാം. ഗൈസ് ഈ വണ്ടി ഒന്നും ഓടിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് ആകാശത്ത് പോകാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ അടുത്ത റൈഡ് കയറാൻ പോകണം ഗൈസ്. എന്നെ പൊക്കിയും കൊണ്ടും പോകണം. ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ ഇനി മുമ്പ് ഇവിടെ കയറിയിട്ടുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല ഗൈസ്. സത്യം എനിക്ക് ഒരു പേടിയില്ല. കാരണം ഞാൻ കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. ആണെങ്കിലായി ഇങ്ങനെ വേണം. കണ്ട ഗൈസ് ഈസി പീസി. ഞാൻ അതിൽ കുറേ തവണ കയറിയിട്ടുണ്ട്. ആദ്യത്തെ തവണ പോയി ഞാൻ പേടിച്ചില്ല. പിന്നെ താഴെ കുറേ ആൾക്കാർ ഞാനാണെങ്കിൽ ഇതിലിരിക്കുന്നത് നോക്കി നിൽപ്പുണ്ട് ഈ സൈഡിൽ. നിങ്ങൾക്കത് കണ്ടുകൂടാ. ഈ ഒരു സൈഡിലാണ് നിങ്ങൾ കണ്ടുകൂടാ. ക്യാമറ അത്രയും കവർ ചെയ്യുന്നില്ല. ഈ റൈഡാണെങ്കിൽ കുറച്ച് നേരമേ ഉള്ളൂ. അവരുടെ റൈഡിന് അത്രയും സമയമില്ല. ഇത് ജസ്റ്റ് എ സിമ്പിൾ റൈഡ്. ഇത് നമ്മളിങ്ങനെ പൊക്കുന്നു താക്കുന്നു. ബട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലവർ പേടിച്ചു. ഞാൻ പേടിച്ചില്ല. ഞാൻ കൂളായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങളൊക്കെ കാണാം. ലൈക്ക് അതൊരു മോഡൽ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്ലോബ് പോലെയാണ്. രാജ്യങ്ങളെല്ലാം ചുറ്റും നിൽക്കുന്ന ഒരു ഗ്ലോബ് പോലെയാണ് അവരത് പണിയേക്കുന്നത്. മോളിൽ ചുറ്റും കണ്ടോ ഫ്രെയിമൊക്കെ വെച്ച്. അതാണ് നമ്മൾ മോളിൽ ചെല്ലുമ്പോൾ അവിടെ ഇന്ത്യ. ഇവിടെ അവർ കറക്റ്റ് അതുപോലെ ഒന്നുമല്ല. ചില ഐലൻഡ് ഇരിക്കുന്ന പോലെ ജസ്റ്റ് ഇമാജിനേഷൻ ചെയ്യാനായിട്ട് അവർ പണി വെച്ചിരിക്കും. പിന്നെ ഇവിടെ ഇതിൽ കയറാനായിട്ട് ഹൈറ്റ് എല്ലാം മറ്റേ ചെക്ക് ചെയ്യണം. എനിക്ക് തൊട്ടില്ല എന്ന് പറയായിരുന്നു കറക്റ്റ് ഹൈറ്റ് ഉണ്ടായിരുന്നത്. എൻ്റെ മുടി ആ പച്ച തൊട്ടുകൊണ്ട് എന്നെ കയറ്റി വിട്ട്. ഗൈസ്
ഗൈസ് അപ്പോൾ ഈ റൈഡ് കഴിയാറായിട്ടുണ്ട്. പതുക്കെ പതുക്കെ സാധനത്തിൻ്റെ സ്പീഡ് അവിടെ താഴെയുള്ള ആംഗിൾ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സ്പീഡെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങും. അപ്പോൾ ഗൈസ് റൈഡെല്ലാം കഴിഞ്ഞു, റൈഡ് താഴോട്ട് ഇറക്കി ഇപ്പം എന്നെ തുറന്നു വിടും. അപ്പോൾ അടുത്ത റൈഡിലോട്ട് പോകാം ഗൈസ്. അടുത്തതായിട്ട് എൻ്റെ അനിയത്തി ഇങ്ങനെ വട്ടത്തിൽ കയറിയുന്ന കുറേ കുതിരയെല്ലാം ഉള്ള ഇതിനകത്താണ് കയറിയിരിക്കുന്നത്. അവളിതാ പോകുന്നു. അപ്പോൾ എല്ലാവരും അവൾക്കൊരു ഹായ് കൊടുക്കാൻ നമുക്ക് ഇതായിരുന്നു പോകുന്നുണ്ട് ഈ കുതിരയിൽ. നമുക്കിപ്പോൾ ഹായ് ആണിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേസ് നമ്മൾ മൂന്നാമത് കയറിയ റൈഡ്. ഇതാണ് കേസ് നമ്മൾ മൂന്നാമത്തെ റൈഡ്. അപ്പോൾ ഇത് 5 മിനിറ്റ് എന്തോ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത റൈഡിലോട്ട് പോകും. അടുത്ത റൈഡ് ഞാനാണ് കേട്ടോ. എന്താണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹൈറ്റിൻ്റെ ഫിയറിനെ ഔട്ട്കം ചെയ്യാൻ പോകുന്നു ഗൈസ്. ഞാൻ ഇത് കയറാൻ തുടങ്ങിയിട്ടാണ്. ഞാനിപ്പോൾ ഏകദേശം കയറി മുകളിലെത്തും നോക്കിക്കോ. പക്ഷെ മുകളിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് താഴോട്ട് ചാടാൻ പേടിയായി ഗൈസ്. പിന്നെ എങ്ങനെയൊക്കെ ചാടി താഴോട്ട്. ഇത് ഷൂ ഇട്ടുകൊണ്ട് കയറാൻ എളുപ്പമാണ്. ഞാൻ കയറുന്നുണ്ടെങ്കിൽ എന്തടുത്താന്ന് നോക്ക്, ഞാൻ ഇപ്പോൾ തന്നെ അടിക്കും കേട്ടോ. നമ്മൾ എപ്പോൾ ആണെങ്കിലും ഞാൻ അടിക്കും ഗൈസ്. പിന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ എന്താ ബസ്സിലടിച്ച് ഇനി ഞാനാണെങ്കിൽ താഴോട്ട് ഞാൻ ചവിട്ടി ഇറങ്ങി വരാമെന്ന് വിചാരിച്ച്. കാരണം എനിക്ക് ചാടാൻ പേടിയാണ് ഗൈസ്. അപ്പോൾ ഹോപ്പ് യു ആർ എൻജോയിങ്. ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ. ഹോപ്പ് യു ആർ എൻജോയിങ് ഒരു വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ബൈ.